വരികയാണ് കോട്ടയത്തിന്റെ പ്രിയ പുത്രി, സോഷ്യൽ മീഡിയയുടെ അഭിമാന താരം, കുഞ്ചിതമായ രേഷ്മ പി തങ്കച്ചൻ എന്ന കൊച്ചു പേരിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ലാതെ രേണു സുധി എന്ന വലിയ പേരിന് അർഹയായ ഒരേ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള രേണു സുധി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോണേ, ഫ്ലൈറ്റിൽ നിന്ന് രേണു ചേച്ചി ഇറങ്ങി വരുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. വലിയ സെലിബ്രിറ്റികൾ ഇറങ്ങി വരുമ്പോൾ പോലും ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കാറില്ല, അവർ പിടിപ്പിക്കാറുമില്ല. ഇത് സ്വന്തമായിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാർ പറയാൻ വേണ്ടി ആയിരിക്കണം രേണു ചേച്ചി ഇങ്ങനെ മാസ് എൻട്രി നടത്തിയിട്ട് മീഡിയക്കാരെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് സെലിബ്രിറ്റി അല്ല, സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റിയാ. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്പന ഐശ്വര്യം വന്നാ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ. എനിക്ക് മരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ എൻ്റെ ജോലി, എൻ്റെ ആൽബങ്ങളും, എൻ്റെ സിനിമയാണേലും, എൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളുമായിട്ട് ഞാനൊരു സൈഡിൽ കൂടെ. ഇത് ആരുടെ വന്ന് പറയുന്നത്? ഈ ചേച്ചി തന്നെ അല്ലായിരുന്നു നേരത്തെ ഒരു വീഡിയോക്കകത്ത് വന്നിട്ട് എനിക്കാണെങ്കിൽ ആത്മഹത്യ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സൈബർ അറ്റാക്ക് കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തന്നെ. അത് ഏറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ രേണു ചേച്ചി അടുത്ത അടവ് പിടിച്ച് എനിക്ക് മരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് അന്ന് ഇങ്ങനെ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്ത് ഇനാഗ്രേഷനും ചെയ്ത് പ്രൊമോഷനും ചെയ്ത് മുമ്പിലോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചേക്കുന്നത്. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണെന്നത് നമ്മുടെ ടോപ്പിക്ക്. എല്ലാവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ ഇന്നലെ രേണു ചേച്ചിയെ റാസൽ കൈമ എന്ന് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലേക്ക് ചേക്കേറിയ വിവരം എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. പക്ഷേ അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ആ എയർപോർട്ടിൽ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞത് കൂട്ട് തന്നെ ഇഷ്ടംപോലെ മീഡിയക്കാർ ചുറ്റുവളഞ്ഞ് കാണുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ കൂട്ട് തന്നെ നടന്നു. ഇഷ്ടംപോലെ മീഡിയക്കാർ ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ന് പറയുമ്പോൾ ചേച്ചി 2-ാം തീയതി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വന്ന ഡേറ്റ് 4-ാം തീയതിയാണ്. ആ 4-ാം തീയതി എന്തായാലും ഗസ് ചെയ്തൊന്നും ആ മീഡിയക്കാർ വരത്തില്ലേ, ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട് തന്നെ വന്നതായിരിക്കും. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. അത് അങ്ങോട്ട് നമുക്ക് ദഹിക്കത്തില്ല. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം മാതിരിയല്ല തോന്നുന്നത്, രേണു ചേച്ചി പറഞ്ഞു ചോദിപ്പിക്കുന്ന രീതിയിലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളൊരു ഇഷ്യൂ, നമ്മുടെ കിച്ചു ചേട്ടൻ്റെ വീഡിയോ. ഒരു 100 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 90 ക്വസ്റ്റ്യൻസും ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതായത് മെയിനായിട്ട് കിച്ചു ചേട്ടനാണെങ്കിൽ ഒരു 3-4 രേണു ചേച്ചിയെ പറ്റിയുള്ള പോയിന്റ്സ് ആ വീഡിയോ കൂടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടതും ആ 3-4 പോയിന്റ്സ് നല്ല രീതിക്ക് തന്നെ വൈറലായതോ വിവാദമായതോ രേണു ചേച്ചിക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് എന്ന് പറഞ്ഞതോ. അതുകൊണ്ട് തന്നെ ആ ഒരു 3-4 പോയിന്റ്സ് തന്നെ തിരിച്ചും മറിച്ചും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആക്കിയാണ് ഈ മീഡിയക്കാർ ചോദിക്കുന്നത്. അതിനെല്ലാം ന്യായീകരണവും രേണു ചേച്ചിയുടെ കൈ ഉണ്ടെന്നാൽ ഇതിനേക്കാളും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അത്ഭുതം. എന്തുവെന്ന് നോക്കിക്കൊണ്ട് ആ കിച്ചു ചേട്ടൻ കാര്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനും അങ്ങ് ന്യായീകരണം രേണു ചേച്ചി കൊടുക്കുന്നത്. ഒന്നും സമ്മതിക്കത്തില്ല. രേണു ചേച്ചിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുണ്ടായെന്ന് പറഞ്ഞാൽ രേണു ചേച്ചി അത് അംഗീകരിക്കത്തില്ല. എല്ലാം രേണു ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ തെറ്റുണ്ടായിട്ടുണ്ടോ അതെല്ലാം വെള്ളപൂശിയ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. രേണു ചേച്ചി, അതായത് ഈ കിച്ചു ചേട്ടൻ്റെ വീഡിയോ കാണാതെ രേണു ചേച്ചിയുടെ വീഡിയോ ഡയറക്റ്റായിട്ട് കാണുന്നവർ വിചാരിക്കും ആ രേണു ചേച്ചി പറഞ്ഞെല്ലാം കറക്റ്റാണ്, നല്ലൊരു അമ്മയാണ്, ഉത്തമയായിട്ടുള്ള അമ്മയാണ്. പക്ഷേ കിച്ചു ചേട്ടൻ്റെ വീഡിയോ കണ്ട ആർക്കും അങ്ങനെ പറയാൻ ഒക്കത്തില്ല. എന്തായാലും രേണു ചേച്ചി ഉരുണ്ട് കളിക്കുന്ന മീഡിയക്കാരെയും ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ തള്ളുന്ന ഒരു സ്വഭാവം നമ്മൾ പണ്ടോട്ടേ കണ്ടുവന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ചേർക്കാൻ പറ്റാത്ത കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഒരു വീഡിയോക്കകത്തൂടെ നമ്മൾ പങ്കുവെക്കും. എന്തായാലും തുടക്കത്തിൽ തന്നെ രേണു ചേച്ചിയുടെ എൻട്രി, മാസ് എൻട്രിയാണ് മീഡിയക്കാർ ഷൂട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് തുടക്കം തൊട്ടേ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. മാറി നിൽക്കുക ചേച്ചി, താണ്ട വലിയ ലോറിയും കൊണ്ട് വരുമല്ലയോ. ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ചേച്ചിക്ക് ക്യാമറ കാണുമ്പോൾ മാത്രം അഭിനയിച്ചാൽ മതി, അല്ലാതെ നേരിട്ട് ആൾക്കാരെ കാണുമ്പോൾ അഭിനയിക്കേണ്ട ആവശ്യം ഇല്ല. അടിപൊളിയാണല്ലോ. പിന്നെ അങ്ങ് നാണം വരുന്നു. അയ്യോ പറഞ്ഞു ചോദിപ്പിക്കുമെന്ന് തോന്നത്തേ ഇല്ല. മീഡിയക്കാരനങ്ങ് പൊക്കുമല്ലേ. എനിക്കൊന്ന് രേണു ചേച്ചി തുടക്കത്തില്ല ആ ഗേറ്റ് എൻട്രൻസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു കാണും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂന്ന്. രേണു ചേച്ചി കരഞ്ഞുകൊണ്ട് വരുന്നല്ലേ വിചാരിച്ച്. ചേച്ചി നല്ല ചിരിച്ച് നല്ല ഉഷാറായിട്ടന്നല്ലേ വരുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് വെക്ക്. എൻ്റെ പൊന്നെ, അത് കേട്ടിട്ട് രേണു ചേച്ചിയുടെ ആ ചിരിയും കൂടെ ഒന്ന് നോക്കിക്കോണം. എന്തൊരു ചിരിയാന്ന് നോക്കണേ. ചേട്ടൻ മുടി വെട്ടിയോന്ന്, അതായത് മീഡിയക്കാരുടെ മുഖമൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ റിയാക്ഷൻ ചാനൽസിന് ആരെയും ഓർമ്മയില്ല. പക്ഷേ ഈ മുടി വെട്ടിയോ എന്നൊക്കെ ചേച്ചി ചോദിക്കുന്നത് കേട്ടോ. ചേട്ടൻ മുടി വെട്ടിയോന്ന് ആ മീഡിയക്കാരൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ചേച്ചി നാഴികയ്ക്ക് 40 വട്ടം റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ചാനൽസിൻ്റെ പേരൊന്നും ചേച്ചിക്ക് ഓർമ്മയില്ല, പക്ഷേ വീഡിയോ എല്ലാം കാണും. പക്ഷേ മീഡിയക്കാർ മുടി വെട്ടിയോ അതെല്ലാം ചേച്ചിക്ക് കാണാപ്പാടവാ. ആരടാ ഇത്? അയ്യോ, ചേച്ചി അങ്ങ് കണ്ണാടി വെച്ചപ്പോൾ ലുക്കായിരുന്ന ചേച്ചിയുടെ വിചാരം. എന്തായാലും കൊള്ളാം, ചേച്ചിയുടെ മനസ്സിൽ ചേച്ചി രക്ഷിക്കട്ടെ. എന്തായാലും ഇതിനെ സംബന്ധിച്ച്, അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിട്ട് തന്നെ കിച്ചു ചേട്ടൻ്റെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു വീഡിയോ, ഒരു 30 മിനിറ്റ് വീഡിയോ, അത് ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞു, 1 മില്യൺ വ്യൂസ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രേണു ചേച്ചിക്ക് നല്ല രീതിക്കുള്ള വിവാദം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിക്കുള്ള കമൻസും തെറി വിളിച്ചുള്ള കമൻസും വന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് രേണു ചേച്ചി കരഞ്ഞു മെഴുകിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടത് അത് ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, സൈബർ അറ്റാക്ക് കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, എല്ലാവരും നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുന്നത്, എന്നെ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് അയക്കാൻ അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞു മെഴുകിക്കൊണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞാൽ കരഞ്ഞു മെഴുകിക്കൊണ്ട് ചേച്ചി റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നല്ല 2,
3 റീൽസാ ചേച്ചി ആ ഒരു ഒറ്റ ദിവസം തന്നെ ഇട്ടിട്ടുള്ളത്. അതെല്ലാവരും കണ്ടത്. അതിനുശേഷം രേണു ചേച്ചി ഇട്ടിട്ടുള്ള ഒരു വീഡിയോക്കകത്ത് ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിതൊക്കെ കണ്ട് ചിരിക്കത്തേ ഉള്ളൂ, ഇതൊന്നും എനിക്ക് ഏക്കത്തില്ലെന്ന്. നോക്കിക്കൊണ്ട് നിലപാട് മാറുന്ന രേണു ചേച്ചിയുടെ ആ ഒരു അവസ്ഥ. എന്തായാലും അടുത്തത് കിച്ചു ചേട്ടനെ പറ്റിയാണ് മീഡിയക്കാരൻ ചോദിക്കുന്നത്. അതിന് നല്ല ഉത്തരം പറയുന്നുണ്ട്. അതിനകത്ത് കൊടുത്തിട്ടുള്ള ടാഗ്, അതായത് ഹെഡ്ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കിച്ചുവിന് പൈസ കൊടുക്കാറുണ്ട്. അതാണ് ചോദ്യം. അതായത് കിച്ചു ചേട്ടൻ അതിൻ്റെയൊക്കെ എവിടെയും പറഞ്ഞിട്ടില്ല രേണു ചേച്ചി പൈസ കൊടുക്കാറില്ല, കിച്ചു ചേട്ടനെ മൈൻഡ് ചെയ്യാറില്ല, അങ്ങനെയൊന്നും കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ രേണു ചേച്ചി ഏതോ ഒരു റിയാക്ഷൻ ചാനലിൽ പറഞ്ഞെന്നും പറഞ്ഞ് ചേച്ചി കിച്ചു ചേട്ടൻ അയച്ചു കൊടുത്ത പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഫുള്ള് സ്ക്രീൻഷോട്ട് അടക്കമോ കൊണ്ടുവന്ന് കാണിച്ച് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? സ്വന്തം മോന് കൊടുത്തതിന് കണക്ക് പറയാനും സ്ക്രീൻഷോട്ട് കാണിക്കാനും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനെ നമുക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കാര്യം, ഒരു അമ്മമാരും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ ഒരു അവസ്ഥ തന്നെ മീഡിയക്കാർ നിൽക്കുമ്പോൾ രേണു ചേച്ചി ആണെങ്കിൽ, അതായത് കിച്ചു മോനെ ഞാൻ ആവശ്യമുള്ള പൈസ അങ്ങോട്ട് അയച്ചു തരാടാന്ന് പറഞ്ഞ് സ്പീക്കർ ഇട്ടി. ലേറ്റസ്റ്റ് ആയിട്ട് ഈ എയർപോർട്ടിൽ നിന്ന് കയറി പോകുന്നൊരു വീഡിയോ നല്ല രീതിക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. ആ മോനെ കിച്ചു അമ്മയാടാ, ഞാൻ വന്നിട്ട് ചാറ്റുവിൻ്റെ കാര്യം നോക്കാൻ കേട്ടോ. മീഡിയക്കാർ നിൽക്കുമോ സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചിട്ട് എന്നിട്ട് പറയാം പറയുന്നത്. ആ മീഡിയക്കാരെ ആ സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചല്ല കേട്ടോ, ആൾക്കാർ പറയാൻ വേണ്ടി രേണു ചേച്ചിയും കിച്ചു ഭയങ്കര കാര്യം ആരാ ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. എന്തൊരു ബുദ്ധിയെന്ന് നോക്കിക്കോണം. പല പ്രാവശ്യം കിച്ചു ചേട്ടനെ വിളിക്കുമ്പോൾ മോനെ അമ്മയാന്നും പറഞ്ഞാൽ സംസാരിക്കുന്നത്. എന്തുവാ ഇവിടെയൊക്കെ മക്കൾ അമ്മമാരുടെ ഫോൺ വരുമ്പോൾ അവിടെ സേവ് ചെയ്തിട്ടേക്കും അമ്മയെന്നും പറഞ്ഞ്. പിന്നെ എന്തിനാ എടുത്തെടുത്ത് പറയുന്നേ? എന്തായാലും കിച്ചു ചേട്ടനെ പറ്റി എന്തോ പറയുന്നേ? ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുക്കല്. പക്ഷെ അയ്യോ കണക്ക് പറയാൻ പറ്റത്തില്ല. രേണു ചേച്ചിക്ക് അറിയാറുന്നില്ലയോ? അത് അറിഞ്ഞിട്ടാന്ന് രേണു ചേച്ചി കണക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ സ്ക്രീൻഷോട്ട് അടക്കം കാണിച്ചു കൊടുക്കുക 10 രൂപ കൊടുത്തെന്ന്. അതാണോ രേണു ചേച്ചി? അത് പറയേണ്ടി വന്ന അവസ്ഥ വന്നു. കാരണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല മക്കൾക്ക്. അവന് അതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ഒരു ബ്ലോഗർ പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മനസ്സിനൊരു മനസാക്ഷിയുള്ള മനുഷ്യനല്ല നമ്മൾ മനുഷ്യൻ. അതിന്റെ ആവശ്യം എന്ത് രേണു ചേച്ചി? ചേച്ചി കൊടുത്തിട്ടുണ്ടോന്നും ചേച്ചിക്കും അത് വാങ്ങിച്ചിട്ടുണ്ടോന്നും കിച്ചു ചേട്ടന് മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരെ അറിയിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും നടക്കാനില്ല. അതുകൊണ്ട് എന്തോ ഉണ്ടായി, ചേച്ചി വിചാരിച്ച് കിച്ചു ചേട്ടൻ അങ്ങ് നാണക്കേട് ഉണ്ടാക്കി കൊടുക്കാന്ന്. ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നാട്ടുകാരെ കൊണ്ടങ്ങ് പറയിപ്പിക്കാന്ന് രേണു ചേച്ചി വിചാരിച്ചെങ്കിൽ രേണു ചേച്ചിക്ക് അവിടെ തെറ്റി. ആൾക്കാരൊക്കെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് രേണു ചേച്ചിക്ക് നല്ല രീതിക്കുള്ള നെഗറ്റീവ് വാരി വിതറുന്നുണ്ട്. പിന്നെ അതൊന്നും ഏക്കത്തില്ലല്ലോ, കാരണം തൊലിക്കട്ടി കൂടുതലല്ലയോ. മനുഷ്യരല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുത്തല്ല, സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തല്ല. എന്റെ വീട്ടിൽ വരുന്ന ചേച്ചിമാരും അതുപോലെ എന്നെ ഒരുപാട് നല്ല വ്ളോഗൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ സജിന ചേച്ചിയൊക്കെ ആണ്. അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ആരോടും പറയുന്നതല്ല. ഈ കിച്ചു വിളിക്കുമ്പോഴും ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ നിങ്ങളുള്ളപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ട്. അത് ആരെയും കാണിക്കാനോ ഒന്നുമല്ല, ഞാൻ സ്വാഭാവികമായിട്ട് എടുക്കും. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരാ വിളിക്കുന്നത്, എന്താ മനസ്സിലായത്? ആരെയും കാണിക്കാനല്ലേ? രേണു ചേച്ചിക്ക് നല്ല ചെവിക്ക് കേൾവി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഫോൺ ഇങ്ങനെ ചെവി വെച്ച് സംസാരിച്ച ചേച്ചിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ എന്തിനാ അവിടെ സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നേ? കിച്ചു ചേട്ടൻ തന്നെ ആ 30 മിനിറ്റ് അടങ്ങുന്ന വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അമ്മയാണെങ്കിൽ ഞാൻ വിളിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും വീഡിയോ കോൾ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാർ ആൾ നിൽക്കുന്നതൊന്നും നോക്കത്തില്ല, ക്യാമറ നേരെ തിരിച്ചേ കാണിക്കത്തുള്ളൂ. ഇതേ കൂട്ട് തന്നെ മീഡിയക്കാരെടുത്തും പല പ്രാവശ്യം ഇന്റർവ്യൂവിലും പോയിരുന്ന് കാണിക്കുന്ന ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് കിച്ചു ചേട്ടനെ വിളിക്കുന്നു, മോനെ അമ്മ മോഡലിങ്ങിന് അഭിനയിക്കാൻ പോകും, മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ എന്തോ സത്യം പറഞ്ഞാൽ ഈ മീഡിയക്കാരെ കിച്ചു ചേട്ടൻ വിളിക്കുന്നത് കാണിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതും വെറും നെഗറ്റീവ് റീച്ചിന് വേണ്ടിയാണ്. ഞാനും കിച്ചുവും തമ്മിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല, ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തില എന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനം വന്നേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. എന്തുകൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചി കാണിക്കുന്നേ? ഇനി അടുത്ത നമ്മുടെ സുധിച്ചേട്ടനെ പറ്റി രേണു ചേച്ചി പറയുന്നുണ്ട് 1-2 സ്റ്റേറ്റ്മെന്റ്സ്, അതും കേൾക്കണം നിങ്ങൾ. സുധിച്ചേട്ടൻ മരിച്ച ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ വലിയൊരു ബില്ലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് തന്നു എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. അയ്യോ, മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ മിണ്ടല്ലേ രേണു ചേച്ചി. അത് എവിടെ നിന്നങ്ങാണ്ട് കിട്ടിയ ഒരു വാക്കാ മാനിപ്പുലേഷൻ. അതങ്ങനെ രേണു ചേച്ചി അങ്ങ് ഉപയോഗിച്ച്, അതായത് ഈ കിച്ചു ചേട്ടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ രേണു ചേച്ചി പറഞ്ഞുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതൊരു മാനിപ്പുലേഷൻ്റെ പേരിൽ നടന്നിട്ടുള്ളൊരു വീഡിയോ മാത്രം വന്നു. മാനിപ്പുലേറ്റ് ചെയ്താൽ വീഴുന്നൊരു പ്രായം വന്നു. 22 വയസ്സുണ്ട് കിച്ചു ചേട്ടൻ. എന്നിട്ട് ആരെങ്ങാണ്ട് മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ അങ്ങ് വീഴുന്നു. കുറച്ച് വിവരം ഉപയോഗിച്ച് സംസാരിക്കും രേണു ചേച്ചി. അവര് തന്നെ അതായത് ഇതിന്റെ ആൾക്കാർ ഫ്ലവേഴ്സ് ഒക്കെ തന്നെയാണ് അവര് വന്ന് ആ ബില്ല് അവര് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തത്. നമ്മളെ പപ്പായ്ക്കൊക്കെ അന്ന് ബോധം പോലും ഇല്ലാതെ കിടക്കും. പപ്പായ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. നമ്മളാരും എന്റെ കയ്യിൽ എന്തായാലും ഒന്നും തന്നില്ല. അത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കൊടുത്തിട്ടുണ്ട് ബില്ലെല്ലാം. 1.5 ലക്ഷം രൂപ ആയെന്ന് തോന്നുന്നു ഫ്യൂളറലിന്റെ. അത് കൊടുത്തു തീർത്ത അവരെ ഫ്ലവേഴ്സ് തന്നെയാണ്. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി മോശക്കാരിയാക്കാനാണോ? എനിക്കെന്തായാലും ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കളാണ്. ഞാൻ ഒരിക്കലും അവരെ ആരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല, പറയത്തില്ല.
എന്നിട്ട് കിച്ചു ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടവരാരും അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ ആൾക്കാർ കിച്ചു ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഒരു മോൻ്റെ വേദന. ആ കിച്ചു ചേട്ടനകത്ത് പറഞ്ഞൊന്നും ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ആ കിച്ചു ചേട്ടൻ്റെ കൊച്ചിലെ ഇച്ചിരി സ്നേഹമോ കെയറോ ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ റൂമിലോട്ടൊന്ന് കയറി ചെന്ന് ഇച്ചിരി ഫുഡ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന ആ സുധി ചേട്ടൻ അതും ഒരു ഇല്ല. കമ്പ്യൂട്ടറിൽ മാത്രം ഒതുങ്ങി കൂടി ആ കിച്ചു ചേട്ടൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരവസ്ഥയാണ് അത്. എന്നിട്ട് ഇവിടെ വന്ന് രേണു ചേച്ചി പറയുന്നതോ. അതുകൂടാതെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കിച്ചു ചേട്ടൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് അച്ഛൻ്റെയോടൊപ്പം പ്രോഗ്രാമിന് പോകാൻ വേണ്ടി പോലും അമ്മയ്ക്ക് അതേപോലെ തന്നെ വീട്ടുകാർക്കും ഇഷ്ടമല്ലെന്ന്. അതിന് രേണു ചേച്ചി ന്യായീകരണം പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, സ്കൂള് അതായത് ക്ലാസ് കളഞ്ഞിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് കൊണ്ടുപോകണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്തൊരു ന്യായീകരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സമ്മതിച്ചിട്ട് ഒരു സോറി പറയാനുള്ള മര്യാദ കാണിക്കുന്ന ആളാ യഥാർത്ഥ മനുഷ്യൻ. ഇത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അങ്ങ് പറയുക. എന്തായാലും അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചു ചേട്ടനും ഋതപ്പിനും എഴുതി കൊടുത്തിട്ടുള്ള വീടാണ് ഇപ്പം കോട്ടയത്തുള്ള. അപ്പോൾ രേണു ചേച്ചി അടുത്ത് ഒരു മീഡിയക്കാരൻ പോയി ചോദിക്കുന്നത് ഈ വീടിനെ പറ്റിയിട്ടുള്ളൊരു വിഷയം. എന്തായാലും രേണു ചേച്ചി അതിനും മറുപടി പറയുന്നുണ്ട്. അതും നിങ്ങളൊന്ന് കേൾക്കണം. ആ വീട് വിൽക്കുന്നതാണ് ഇനി നല്ലത്, വിറ്റ് അത് കിച്ചുവിന് കൊടുക്കണം എന്നൊക്കെ വ്ളോഗേഴ്സൊക്കെ പറയുന്നുണ്ട്. വ്ളോഗേഴ്സ് വിറ്റ് കൊടുപ്പിക്കട്ടെ. അമ്മ അതെന്തുവാണെന്നറിയോ, അത് കൂടുതലും വ്ളോഗേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ മീഡിയക്കാരെ കുറിച്ച് പിന്നെ അറിയാലോ, വളച്ചൊടിച്ചാൽ ചോദിക്കത്തുള്ളൂ. യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കിച്ചു ചേട്ടനെ അന്നെങ്കിൽ കൊടുത്തിട്ടുള്ള പേയ്മെന്റ് ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ട് രേണു ചേച്ചി അവിടെ വന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ആ അയച്ചു കൊടുത്തിട്ടുള്ള പേയ്മെന്റ് കിച്ചു ചേട്ടന്റെ ആ വീടിൻ്റെ ഉള്ള വാടക പോലും ആയിട്ടില്ലെന്ന് യൂട്യൂബേഴ്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായി ഈ മീഡിയക്കാർ വളച്ചൊടിച്ച് അങ്ങ് ചോദിക്കുന്ന രേണു ചേച്ചി അതിനും അങ്ങ് ഉത്തരം തുറന്നങ്ങ് പറയുന്നത്. എനിക്ക് എന്തായാലും ദൈവം സഹായിച്ചൊരു എന്തായാലും സ്വന്തമായിട്ട് എനിക്കൊരു വീട് വെക്കും. ഞാൻ ഇപ്പോഴില്ല, 6 മാസത്തിനകം ഞാൻ എന്തായാലും. വ്യൂവേഴ്സും ഭയങ്കരമായിട്ട് രേണുസുവിന്റെ ലൈഫിലേക്ക് കടന്നു കയറുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. രേണു ചേച്ചിയുടെ റേഞ്ച് അങ്ങ് കുത്തനെ കയറി പോയേക്കുമല്ലേ. രേണു ചേച്ചി 6 മാസത്തിനുള്ളിൽ വീട് വെക്കുമെന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കും. 6 മാസത്തിന് അപ്പുറത്തോട്ടും ഇല്ല, 6 മാസത്തിന് ഇപ്പുറത്തോട്ടും ഇല്ല. എന്തായാലും രേണു ചേച്ചി 6 മാസത്തിനുള്ളിൽ വീട് വെക്കും. ഇനിയിപ്പോൾ യൂട്യൂബേഴ്സിന്റെ വായിരിക്കുന്ന കേൾക്കാൻ രേണു ചേച്ചിക്ക് വയ്യായിരിക്കും. എന്തായാലും കൊള്ളാം കേട്ടോ. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മീഡിയക്കാർ പിന്നെയും ചോദിക്കുന്ന ഒരു കാര്യം കിച്ചു ചേട്ടനെ പറ്റിയിട്ടുള്ളൊരു വിഷയമാണ്. എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഞാൻ ഒരിക്കലും പൈസ കൊടുത്തെന്ന് കാണിച്ചതല്ല. അതായത് കള്ളം പറഞ്ഞുകൊണ്ട്, അതായത് ഈ ആ കള്ളം പറഞ്ഞോ? സത്യം പറഞ്ഞാൽ ആരെങ്കിലും കള്ളം പറയുന്നതിന് കിച്ചു ചേട്ടൻ അയച്ചു കൊടുത്ത പേയ്മെന്റ് ട്രാൻസാക്ഷൻ കാണിക്കേണ്ട ആവശ്യം എന്തുവാ? കള്ളം പറഞ്ഞുകൊണ്ട് ഞാനത് കാണിച്ചതേ ഉള്ളൂ. ആ ബ്ലോഗർ 24-ാം തീയതി, അത് കഴിഞ്ഞിട്ടല്ലേ 26-ാം തീയതി അല്ലേ ഈ വീഡിയോ ഇറങ്ങുന്നത്. 24-ാം തീയതി വരെയും. എന്തായാലും 24-ാം തീയതി വരെ രേണു ചേച്ചിയെ കിച്ചു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 25-ന് കിച്ചു ചേട്ടൻ എന്തോ പറ്റിയെന്ന് രേണു ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം കേട്ടോ. ഈ കിച്ചു ചേട്ടൻ ആ വീഡിയോക്കകത്ത് 3-4 പ്രാവശ്യം എങ്ങാണ്ട് രേണു ചേച്ചിയുടെ പേരെടുത്ത് പറയുന്നുള്ളൂ. പിന്നെ ആ കിച്ചു ചേട്ടൻ്റെ കുറെ കുട്ടിക്കാലത്തെ കഥകൾ മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ രേണു ചേച്ചി അങ്ങ് തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കും. രേണു ചേച്ചി വിചാരിക്കുന്ന രേണു ചേച്ചി മാത്രം പറ്റി പറഞ്ഞ ആ വീഡിയോ ഇട്ടേക്കുന്നതെന്ന്. അതങ്ങനെ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ടിരുന്ന് കാണണ്ട. അറ്റവും മൂലയൊക്കെ കേട്ടിട്ട് വന്നിട്ട് ഇതോട്ട് എന്തെങ്കിലും മീഡിയക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങ് വെട്ടി തുറന്നങ്ങ് പറയും. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും എനിക്ക് ഇതിനോടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനോട് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ വന്നത് കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എനിക്ക് വലുതായിട്ട് പിടിക്കുന്നില്ല. എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഇതിനെ തുടർന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രൈറ്റ് പോകാം. അപ്പോൾ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.